എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കമലയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. കമലയ്ക്ക് കൂട്ടായിട്ട് കൂടെ സുധാകരൻ മാഷുണ്ട്. നഴ്സ് കമലയെ ട്രീറ്റ് ചെയ്ത ശേഷം ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഒന്നും കഴിക്കാറില്ലേ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലും വളരെ ക്ഷീണിച്ചല്ലോ. ഇത് കേട്ടപാടെ കമലയോടായി സുധാകരൻ മാഷ് ചോദിക്കുന്നു, കണ്ടില്ലേ, കാണുന്നവർക്കെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി തുടങ്ങി. അതിനുശേഷം ആ നഴ്സ് അവിടെ നിന്ന് പോയ പാടെ കമല മാഷിനോടായി പറയുന്നു, മാഷെ, ഇങ്ങനെ എല്ലാ മാസവും വന്ന് ചെക്കപ്പ് ചെയ്യാൻ മാത്രം എനിക്കൊന്നുമില്ല. എനിക്കിപ്പോൾ വേണ്ടുന്നത് മനസ്സിന് സമാധാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് പകരം വിക്രമിനെ കാണാൻ കൊണ്ടുപോയാൽ മതി എന്നാ കമല പറയുന്നത്. മാഷ് ആ ഫോൺ എടുത്തുനിന്ന് ശങ്കരനാരായണൻ സാറിനെ വിളിക്കുമോ, നമുക്ക് വിക്രമിനെ കാണാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടാക്കാനെന്ന് പറയാൻ. മറുപടിയും മാഷ്, 2 ദിവസം മുമ്പ് ഞാൻ അവിടെ ചെന്ന് കണ്ടല്ലേ ഉള്ളൂ, അവിടെയും ചില ചിട്ടകളും ക്രമങ്ങളും കാണത്തില്ലേ. എന്നാൽ അതൊന്നും കേൾക്കാൻ കമല കൂട്ടാക്കുന്നില്ല. അവനെ കണ്ടു കഴിയുമ്പോൾ തന്നെ എൻ്റെ പാതി അസുഖം ഭേദമാകും. മാഷൊന്ന് ഫോണെടുത്ത് വിളിച്ചു നോക്കാനാണ് കമല പറയുന്നത്. അങ്ങനെ കമലയുടെ നിർബന്ധം സഹിക്കവയ്യാതെ സുധാകരൻ മാഷാകട്ടെ ശങ്കരനാരായണനെ കോൾ ചെയ്യുന്നു. ഫോൺ എടുത്തപാടെ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, എന്താ മാഷേ, എന്താ വിളിക്കാൻ കാര്യം? മറുപടി, മാഷ്, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന ശങ്കരനാരായണൻ, അയ്യോ മാഷേ, എന്തു പറ്റി? മറുപടി, മാഷ്, പ്രത്യേകിച്ചൊന്നുമില്ല, കമലയ്ക്കൊരു റുട്ടീൻ ചെക്കപ്പിന് വേണ്ടി വന്നതാ. 2 ദിവസം മുന്നേ ഞാൻ പോയി വിക്രമിനെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും കാണാൻ അനുവദിക്കുമോ എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. കമലയ്ക്ക് ആകെ ഒരു നിർബന്ധം, അവനെ കണ്ടേ തീരുമെന്ന്. മറുപടി ശങ്കരനാരായണൻ, അത് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ ജയിലറെ വിളിച്ച് പറഞ്ഞേക്കാം. മാഷ് പോയി കണ്ടോളാനായിട്ട് അനുവാദം കൊടുക്കുന്നു. ഇത് കേട്ടപാടെ മാഷ് നന്ദി പറയുന്നുണ്ട്. ഫോൺ വെക്കുന്നതിന് മുമ്പായി മാഷ് മറ്റൊന്നുകൂടി ചോദിക്കുന്നു, വേദിയെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ? ഇത് കേട്ടപാടെ ഒന്നും കേൾക്കാതെന്നോണം പെട്ടെന്ന് തന്നെ ശങ്കരനാരായണൻ ആ കോള് കട്ട് ചെയ്യുന്നു. മാഷിന്റെ പെട്ടെന്നുള്ള ചോദ്യം ശങ്കരനാരായണനെ ചെറുതായി ഒന്ന് ഒലിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ശ്രീകാന്ത് വേദിയെപ്പറ്റി പറഞ്ഞതാണ് ഇപ്പോൾ ശങ്കരനാരായണന്റെ മനസ്സിലൂടെ പോകുന്നത്. ശ്രീകാന്ത് ആകട്ടെ തന്റെ മകളെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ള ആദിയിലാണിപ്പോൾ ശങ്കരനാരായണൻ. അങ്ങനെ മാഷ് ഫോൺ വെച്ച ശേഷം കമലയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കമലയാകട്ടെ വളരെ ആകാംക്ഷയോടെ മാഷിനോട് ചോദിക്കുന്നുണ്ട്, എന്തായി? മറുപടിയായി മാഷ് കയറി കണ്ടോളാനായിട്ട് അനുവാദം തന്നിട്ടുണ്ട്. അതിനുശേഷം മാഷ് ഇങ്ങനെ കമലയോടായി പറയുന്നു, നീയൊന്ന് ശങ്കരനാരായണൻ സാറിന്റെ കാര്യം ആലോചിച്ച് നോക്കിക്കേ. വേദയെപ്പറ്റി ഇത്രയും നാളായിട്ട് ഒരു വിവരവും ഇല്ല, അതും ഈ ഒരു അവസ്ഥയിൽ. ഇപ്പോഴാണെങ്കിൽ 2 കുടുംബവും തമ്മിൽ ഒന്നായതായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ കുട്ടി എന്തിനിങ്ങനെ ചെയ്തത്? മറുപടി, കമല, ആ കുട്ടിയെപ്പറ്റി ഞാൻ ഓർക്കാഞ്ഞിട്ടൊന്നുമല്ല, ഓരോ നിമിഷം എണ്ണി നീക്കുന്നത് അവളെ പറ്റി കൂടി ആലോചിച്ചിട്ടാ. വേദ എന്തിനാ മറിഞ്ഞിരിക്കുന്നത് എന്നുള്ള ഉത്തരം ചിലപ്പോൾ കാലം തരുമായിരിക്കുമെന്നാ രണ്ടുപേരും പറയുന്നത്. അങ്ങനെ ഇപ്പോൾ സുധാകരൻ മാഷും കമലയും കൂടി വിക്രമിനെ കാണാനായിട്ട് ജയിലിലെത്തിയിരിക്കുകയാണ്. അവരങ്ങനെ വിസിറ്റേഴ്സ് റൂമിൽ ചെന്ന് വിക്രമിനെ നേരിട്ട് കാണുന്നു. വിക്രമിനെ കണ്ടപാടെ കമല കരയാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെടുന്ന മാഷ് കമലയോട് കരയരുതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. വിക്രമാകട്ടെ കമലയെ കണ്ടപാടെ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. കേട്ടപാടെ കമല വിക്രമിനോടെ പറയുന്നു, നിന്നോട് സുഖമാണോന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അമ്മ എന്തായാലും എന്നെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട. കഴിഞ്ഞ തവണ വന്നപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, അമ്മ നേരെ ചൊവ്വേ മരുന്നൊന്നും കഴിക്കുന്നില്ലെന്ന്. അമ്മയുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും കൂടി സന്തോഷമായിട്ട് ഒരുമിച്ച് കഴിയുന്ന ഒരു കാലം വരും, എനിക്കതിൽ വിശ്വാസമുണ്ടെന്ന് വിക്രം പറയുന്നു. ഇത് കേൾക്കുന്ന മാഷാകട്ടെ കമലോടായി പറയുന്നു, കണ്ടില്ലേ, അവന് ഒരു ആത്മവിശ്വാസമുണ്ട്. വിക്രമാകട്ടെ അവരോട് രണ്ടുപേരോടായിട്ട് പറയുന്നു, എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും കൂടി ഞങ്ങളെ കുറ്റക്കാരാക്കിയതാ. സത്യത്തിൽ എല്ലാവരോടും ചേർന്ന് ഞങ്ങളെയാ കൊല്ലാൻ നോക്കിയത്. പക്ഷേ തെളിവുകളൊന്നും തന്നെ അനുകൂലമായിട്ട് വന്നില്ല. അതവിടെ സംഭവിച്ചിരിക്കുന്നത്. മാഷും വിക്രമിനെ സമാധാനിപ്പിക്കാൻ പറയുന്നുണ്ട്, നീ പറയുന്ന പോലെ സത്യമെല്ലാം തെളിഞ്ഞ് നീ പുറത്തിറങ്ങുന്ന ഒരു ദിവസം വരും. എന്നാൽ ഇത് കേട്ടപാടാ കമല, പക്ഷെ അത് കാണാനായിട്ട് ഞാനുണ്ടോ എന്നറിയില്ലെന്ന് പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന വിക്രമാകട്ടെ അമ്മയോടെ പറയുന്നു, അമ്മ ഇങ്ങനാണെങ്കിൽ ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഇവിടെ കഴിയുന്നത്? മറുപടിയെ കമല, ഞാൻ ചില കാര്യങ്ങൾ അച്ഛനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യണം. കേൾക്കുന്ന മാഷാകട്ടെ കമലയെ വിലക്കുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കോ? ഇപ്പൊ തന്നെ ആവശ്യത്തെ കൂടുതൽ വിഷമം അവനുണ്ട്. ഇനി നമ്മളായിട്ടത് കൂട്ടണ്ട. കമല ഇപ്പൊ മറ്റൊന്നാണ് വിക്രമിനോടെ പറയുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വേദയെ പറ്റി ആലോചിച്ചിട്ടാ. അവൾ എന്തിനാ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നത്? മറുപടിയായി വിക്രം, ശ്രീകാന്തിന് എല്ലാ കാലവും ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് വേദിയിലായിരുന്നു. വേദിയുടെ പേരിലുള്ള സ്വത്ത് തട്ടിയെടുക്കലായിരുന്നു ശ്രീകാന്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ട് മാത്രമാ വേദ ഇപ്പം മറിഞ്ഞിരിക്കുന്നത്. ഞാനിവിടുന്ന് പുറത്തിറങ്ങുന്ന അതേ ദിവസം തന്നെ വേദിയും നമ്മളെ തേടിയെത്തും. മാഷാകട്ടെ വിക്രമിനോട് ഇതേ കാര്യം പറയുന്നുണ്ട്. ഞാൻ ശങ്കരനാരായണൻ സാറിനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു വേദയെപ്പറ്റി. അവർക്കും ഇതുവരെ അവളെപ്പറ്റി ഒരറിവും കിട്ടിയിട്ടില്ല. മാത്രമല്ല അവളെ തിരഞ്ഞെടുക്കുന്ന ആർക്കും ഇതേവരെ അവളെ കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. ഇത് കേൾക്കുന്ന വിക്രം, വളരെ അപാരമായ മനഃശക്തിയുള്ള പെണ്ണാച്ച വേദ. അവള് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും.
അങ്ങനെ എളുപ്പത്തിലൊന്നും അവളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അച്ഛാ. ഉറപ്പായും നമ്മളെല്ലാവരും ഒരുമിക്കുന്ന ഒരു കാലം വരും. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കെ തന്നെ പ്രിസൺ ഓഫീസർ വന്ന് സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞെന്നറിയിക്കുന്നു. അങ്ങനെ മാഷും കമലയും അവിടെ നിന്ന് കടന്നു പോകുന്നു. ഇതേസമയം ശ്രീകാന്ത് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ഗുണ്ടകളാകട്ടെ വേദയെ തേടി വേദ അഡ്മിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. എല്ലാവരും തന്നെ ആകട്ടെ ആ ഹോസ്പിറ്റലിലുള്ള ഓരോരുത്തരോടായി വേദയുടെ ഫോട്ടോ കാണിച്ച് ഈ പറയുന്ന ആള് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഏറ്റവും അവസാനം അവർ വേദയുടെ ഫോട്ടോ കാണിച്ച് മറ്റാരോടും തന്നെയല്ല ചോദിക്കുന്നത്, വേദയുടെ ഹോസ്പിറ്റലിലെ റൂംമേറ്റ് ആയിട്ടുള്ള രാധികയുടെ അമ്മയോട് തന്നെയാണ്. അവരാകട്ടെ വേദയുടെ ഫോട്ടോ കണ്ടതുകൊണ്ട് തന്നെ എന്തോ സംശയം എന്നോണം തോന്നിയിട്ട് അവിടെയുള്ള സിസ്റ്ററിനെ വിവരമറിയിക്കുന്നു. അങ്ങനെ അവരുടെ പെട്ടെന്നുള്ള കൃത്യസമയത്ത് ഇടപെടൽ കാരണം സെക്യൂരിറ്റിയും മറ്റും വന്ന് ആ ഗുണ്ടകളെ എല്ലാം തന്നെ പിടിച്ചു പുറത്താക്കുന്നു. അതിനുശേഷം തരുൺ ദവാഗിന്റെ അമ്മയാകട്ടെ വേദിയെ മാറ്റി നിർത്തി എന്താ വിവരമെന്ന് തിരക്കുന്നു. അവർ ആരൊക്കെയാ, അവരെന്തിനാ മോളുടെ ഫോട്ടോയും വെച്ച് നടക്കുന്നത് എല്ലാം കേട്ടുകൊണ്ട് വേദി അഡ്മിറ്റ് ചെയ്ത സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സിസ്റ്ററും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേദി അവരോട് രണ്ടുപേരോടും സത്യങ്ങൾ പറയാനായിട്ട് നിർബന്ധിതയാകുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഒട്ടും വിശ്വാസം വരാതെ എന്നോണം അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, എന്താ ഈ പറയുന്നത്, സ്വന്തം ചേട്ടൻ ഇങ്ങനൊക്കെ ചെയ്യുമെന്നോ? മറുപടി വേദ, പക എന്നതിന് കൈയും കാലും വെച്ച ഒരാൾരൂപം തന്നെയാ എന്റെ ചേട്ടൻ. സ്വത്തിന് വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ കുഞ്ഞിനെ സുരക്ഷിതമാക്കണം. കുറച്ചു നാളെങ്കിലും എന്റെ കുഞ്ഞിന്റെ ജീവൻ ഉറപ്പാക്കിയ ശേഷം മാത്രമേ എനിക്ക് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റൂ. അന്ന് എന്നോടും വിക്രമിനോടും ചെയ്ത എല്ലാത്തിനും ഞാൻ എണ്ണി എണ്ണി പ്രതികാരം ചെയ്യും. ഇതെല്ലാം കേട്ട ശേഷം തരുണിന്റെ അമ്മ വേദിയോടെ പറയുന്നുണ്ട്, മോളെന്തായാലും ഇനി മുതൽ ഈ റൂം വിട്ട് പുറത്തിറങ്ങണ്ട. മോളെന്തായാലും ഡൽഹിയിൽ എത്തിയെന്നുള്ള വിവരം അവരെങ്ങനെയോ അറിഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. ആകുമ്പോൾ ഇനി ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പെണ്ണുങ്ങളെ വിട്ടായിരിക്കും തിരയുന്നത്. അതുകൊണ്ട് തന്നെ മോളുടെ യഥാർത്ഥ പേര് ഇവിടുത്തെ രജിസ്റ്ററിൽ നിന്ന് മാറ്റണം. എന്റെ മകന്റെ സഹായം കൂടി തേടാവുന്ന അമ്മ പറയുന്നത്. ഇത് കേൾക്കുന്ന വേദ അതിനെ എതിർക്കുന്നുണ്ട്. നിയമത്തിലും പോലീസിലും ഒക്കെ എനിക്ക് അത്രയ്ക്കും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ നിൽക്കത്തില്ലായിരുന്നു. നിയമത്തിനും കോടതിക്കും ഒന്നും എന്നെയും വിക്രമിനെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇത്രയും ദൂരേക്ക് ഞാൻ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് അമ്മ മകനോട് പറയരുതെന്നാ വേദ ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ സേതുലക്ഷ്മി, അതൊന്നും സാരമില്ല, എന്റെ മോൻ തരുണിന് ഇങ്ങനത്തെ കേസുകൾ ഡീൽ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കാറുള്ളതാ, മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്നാൽ വേദ അതിനൊന്നും കൂട്ടു നിൽക്കുന്നില്ല. എന്ത് കാരണം വന്നാലും ഇത് പറയരുതെന്ന് പറഞ്ഞ് വേദ വിലക്കുന്നുണ്ട്. അങ്ങനെ സേതുലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സിസ്റ്റർ ആകട്ടെ വേദയുടെ യഥാർത്ഥ പേര് രജിസ്റ്ററിൽ നിന്ന് മാറ്റാമെന്ന് സമ്മതിക്കുന്നുമുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.